Today we are dealing with the topic ICT integration, online learning, e-learning, m-learning, open and distance learning, virtual learning and teleconferencing. ICT integration is the use of technology in daily classroom practices and in the management of a school. ICT integration means the use of technology in the daily classroom practices. ഇപ്പോൾ ഡെയിലി ക്ലാസ് റൂം പ്രാക്ടീസസിൽ ICT യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ICT ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ICT ഇൻറ്റഗ്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ യൂസ് ഓഫ് ടെക്നോളജിക്കൽ റിസോഴ്സസ്. അത് കമ്പ്യൂട്ടേഴ്സ് ആകാം, മൊബൈൽ ഫോൺസ് ആകാം, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസ്, ഡിജിറ്റൽ ക്യാമറാസ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇതിനെയെല്ലാം ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക എന്നതിനെയാണ് നമ്മൾ ICT ഇൻറ്റഗ്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ദി ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ICT ഇൻ എഡ്യൂക്കേഷൻ. അതായത് ലേണിംഗ് റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ലൈബ്രറീസ് ആക്സസ് ചെയ്യാൻ, ഓൺലൈൻ കോഴ്സസ് ആക്സസ് ചെയ്യാൻ വേണ്ടി, കൊളാബറേറ്റീവ് ലേണിങ്ങിന്, ഡിസ്റ്റൻസ് ലേണിങ്ങിന്, ഡിസബിലിറ്റീസ് ഉള്ള ചിൽഡ്രന് എല്ലാത്തിനും ഒരു ICTയുടെ മെയിൻ റോളുണ്ട്. ഇ ലേണിംഗ് ആൻഡ് ആക്സസ് ടു ഇ ലൈബ്രറീസ്, ആക്സസ് ടു ലേണിംഗ് റിസോഴ്സസ്, ആക്സസ് ഓൺലൈൻ കോഴ്സസ്, കൊളാബറേറ്റീവ് ലേണിംഗ്. Next, online learning. Online learning is the education that takes place over internet. The another name for online learning is e-learning. It is a type of education that requires computers, laptop or smartphones and a high-speed internet connection. This method is beneficial in case where students are living in remote location. Working professionals who do not have the time to attend the classes physically prefer online learning. നമുക്കറിയാം, ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഓൺലൈൻ ലേണിംഗ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയാണ് നടക്കുന്നത്. ഈ ഓൺലൈൻ ലേണിങ്ങിന് മറ്റൊരു പേര് ഇ ലേണിംഗ് എന്നാണ്. ഇപ്പം നമുക്കൊരു റെഗുലറായിട്ടൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവർ പ്രിഫർ ചെയ്യുന്നതാണ് ഓൺലൈൻ ലേണിംഗ്. ഇറ്റ് ഗീവ് ഈസ് ഓഫ് ലേണിംഗ് ഫോർ സ്റ്റുഡൻസ്. Individuals can also reschedule the class if they miss the class at any reason. This learning focuses on the self-paced learning aspect. Assignments can be completed as per the student's convenience. There are millions of online courses available on internet. It offers a wide range of options for students. Students can decide the course as per their area of interest. നമുക്ക് പറയാൻ സാധിക്കും, ഓൺലൈൻ ലേണിംഗ് എപ്പോഴും സ്റ്റുഡൻറ്റ് ഫേവർ ആയിരിക്കും. സ്റ്റുഡൻസിന് അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് കോഴ്സ് സെലക്ട് ചെയ്യാൻ സാധിക്കും. അവരുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അനുസരിച്ച് ഓരോ കോഴ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഓൺലൈൻ ലേണിംഗ് എന്ന ടോപ്പിക് ഉദ്ദേശിക്കുന്നത്. ഇനി ഓൺലൈൻ ലേണിങ്ങും ട്രഡീഷണൽ ലേണിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ദർ ഇസ് നോ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ വിത്ത് അതർ സ്റ്റുഡൻസ് ആൻഡ് ദി ഇൻസ്ട്രക്ടർ. Web access is requirement. All assignments must be completed electronically. അതൊക്കെയാണ് ഓൺലൈൻ ലേണിങ്ങും നമ്മുടെ ട്രഡീഷണൽ ലേണിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇനി അടുത്ത കോൺസെപ്റ്റാണ് ഇ ലേണിംഗ്. ഇ ലേണിംഗ് ഈസ് ആൻ അബ്രിവിയേഷൻ ഓഫ് ദി ടേം ഇലക്ട്രോണിക് ലേണിംഗ്. ഇ ലേണിംഗ് ഈസ് എ ടെക്നോളജി വിച്ച് സപ്പോർട്ട് ടീച്ചിങ് ആൻഡ് ലേണിംഗ് യൂസിങ് എ കമ്പ്യൂട്ടർ വെബ് ടെക്നോളജി. And it focuses on designing, developing, delivering and assessing learning. E-learning is primarily facilitated through the internet but can also be accomplished with CD-ROM and DVDs, streaming audios or video and another media. The teaching methods involve setting up of interactive presentation, embedded videos, chat devices and links to other websites in addition to traditional methods, online lectures, notes and tests. അടുത്തത് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇ ലേണിംഗ്. എന്തൊക്കെയായിരിക്കാം ഇ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്
ആ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ലേൺ എനിവെയർ അറ്റ് എനി ടൈം. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ സാധിക്കും ഈ ലേണിംഗ് യൂസ് ചെയ്ത്. ഇറ്റ് ഈസി ആക്സസ്, ക്വാളിറ്റേറ്റീവ്, ഫ്ലെക്സിബിലിറ്റി, എഫക്റ്റീവ് മീഡിയ, ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ് യൂസ് ചെയ്യാൻ സാധിക്കും, ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും, ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഈ ലേണിംഗ്. പലപ്പോഴും ഈ ലേണിംഗ് കോസ്റ്റ്ലി ആയിരിക്കാം അല്ലേ? ഇറ്റ് കോസ്റ്റ്ലി, ലാക്ക് ഓഫ് എക്യുപ്മെൻറ്റ്സ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, പിന്നെ ഫീലിംഗ് ഐസൊലേഷൻ, ഒരു ഐസൊലേഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ആ ഒരു ഫീലിംഗ് ആയിരുന്നില്ലല്ലോ സ്വന്തം മുറിക്കുള്ളിലിരുന്ന് പഠിക്കുമ്പോൾ. അപ്പം ഇറ്റ്സ് ക്രിയേറ്റ് എ ഫീലിംഗ് ഓഫ് ഐസൊലേഷൻ ആൻഡ് റിക്വയർസ് നോളജ് ആൻഡ് സ്കിൽസ്, അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ഹെൽത്ത്. ഇതൊക്കെയാണ് ഈ ലേണിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അടുത്ത കൺസെപ്റ്റാണ് എം ലേണിംഗ്. മൊബൈൽ ലേണിംഗ് ഈസ് ഓൾസോ നോൺ ആസ് എം ലേണിംഗ്. ഇറ്റ് ഈസ് എ ന്യൂ വേ ഫോർ ആക്സസിങ് ലേണിംഗ് കണ്ടന്റ് യൂസിങ് മൊബൈൽ ഡിവൈസസ്. മൊബൈൽ ഡിവൈസസ് യൂസ് ചെയ്ത് നമ്മുടെ സ്റ്റഡീസ് നടത്തുന്നതിനെയാണ് മൊബൈൽ ലേണിംഗ് അഥവാ എം ലേണിംഗ് എന്ന് പറയുന്നത്. ദിസ് കോൺസെപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അലൻ കെ ഇൻ 1970s. According to Lan and Say, mobile learning is a kind of learning model that allows the learners to obtain learning materials anywhere and at any time using mobile technologies and the internet. Internet യൂസ് ചെയ്ത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു ലേണിംഗ് ആക്സസ് ചെയ്യാൻ സാധിക്കും, ലേണിംഗ് മെറ്റീരിയൽസ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലേണിങ്ങിനെയാണ് നമ്മൾ മൊബൈൽ ലേണിംഗ് അഥവാ എം ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി എം ലേണിങ്ങും ഇ ലേണിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഡിഫറൻസ്: മൊബൈൽ ലേണിങ്ങിൻ്റെ അകത്ത് വി യൂസ് മൊബൈൽ ഫോൺസ് ആൻഡ് ടാബ്ലെറ്റ്, ആൻഡ് ഇൻ ഇ ലേണിംഗ് വി യൂസസ് ഡെസ്ക്ടോപ്പ് ഓർ ലാപ്ടോപ്പ്. എം ലേണിങ്ങിൻ്റെ മെയിൻ എയിം എന്താണെന്ന് ചോദിച്ചാൽ ക്വിക്ക് നോളജ് ട്രാൻസ്ഫർ, ക്വിക്ക് ആക്സസിബിലിറ്റി ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഇ ലേണിങ്ങിൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീടെൻഷൻ ഓഫ് സ്പെസിഫിക് സ്കിൽസ് or in depth knowledge about the subject. ഇനി എം ലേണിംഗ് യൂസർ ആക്സസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ആക്സസ് ചെയ്യാം, ആക്സസ്ഡ് ഫ്രം എനിവെയർ അറ്റ് എനി ടൈം. ഈ ലേണിംഗ് ഇവൻ ത്രൂ ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് WBT ആൻഡ് ഇറ്റ് ഇസ് എ സ്റ്റാറ്റിക്. ഇതാണ് എം ലേണിങ്ങും ഈ ലേണിങ്ങും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ്. ഇത് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൊബൈൽ ലേണിംഗ്. മൊബൈൽ ലേണിങ്ങിൻ്റെ മെയിൻ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന്: ഇറ്റ് ഈസ് ഫെസിലിറ്റേറ്റ് ദ സ്റ്റുഡൻറ്റ് ഇൻട്രാക്ഷൻ വിത്ത് ദ ഇൻസ്ട്രക്ടർ ആൻഡ് ദ ഓൾമോസ്റ്റ് എമംഗ് ദ പിയർ. നമ്മുടെ ടീച്ചേഴ്സും പിയേഴ്സും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കൊളാബറേറ്റീവ് ആണ്. സെവറൽ സ്റ്റുഡൻസ് അറ്റ് എ ഡിഫറെൻറ്റ് ലൊക്കേഷൻ ക്യാൻ വർക്ക് ഓൺ എ സെയിം ഡോക്യുമെൻറ്റ്. പല സ്ഥലത്തിലുള്ള സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇറ്റ് എൻഗേജസ് ദ ലേണേഴ്സ്. അത് ഒരുപാട് പല സ്ഥലത്ത് നിന്നും പല ലേണേഴ്സിനെ ഒരുമിച്ച് ഒന്ന് എൻഗേജ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് മൊബൈൽ ലേണിങ്ങിൻ്റെ അകത്ത് നടക്കുന്നത്. നെക്സ്റ്റ്, ദ അഡ്വാൻറ്റേജസ് ഓഫ് എം ലേണിംഗ്. സ്റ്റുഡൻസ് ക്യാൻ സ്റ്റഡി എനിവെയർ ആസ് എ ലോങ് ദർ ഇസ് ആക്സസ് ആൻഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിന് എവിടെ നിന്ന് വേണമെങ്കിലും പഠിക്കാൻ സാധിക്കും. ക്യാൻ വർക്ക് അറ്റ് ദെയർ ഓൺ പേസ്. അവരവൻ്റെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലേണിംഗ് റിസോഴ്സസ് ആക്സസ് ചെയ്ത് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ക്യാൻ അക്കോമഡേറ്റ് ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ് ടു ഡിഫറെൻറ്റ് ആക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി ഇൻ ക്ലാസ് ടൈം, ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി കോസ്റ്റ് എഫക്റ്റീവ്. നമ്മുടെ ഈ ലേണിങ്ങിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. നെക്സ്റ്റ്, ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് എം ലേണിംഗ്. First point, it increasing the reliance on technological tool. Distracted learning, മിസ്യൂസിനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ലാക്ക് ഓഫ് ഇൻ്റർനെറ്റ് കണക്ഷൻ, അല്ലോ ഇലക്ട്രിസിറ്റി, ലാക്ക് ഓഫ് പേഴ്സണൽ കമ്മ്യൂണിറ്റി ആൻഡ് കണക്ഷൻ, അൺയൂട്ടിലൈസ്ഡ് ടാലൻസ് ഓർ ഫെസിലിറ്റീസ്. അണ്ടർ യൂട്ടിലൈസ്ഡ് ടാലൻസ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് ആണ് അവിടെ നടക്കുന്നത്. കാരണം നമ്മുടെ കഴിവുകളൊന്നും നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. അതൊക്കെയാണ് നമ്മളെ എം ലേണിങ്ങിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്.
Next concept, open and distance learning, ODL എന്ന് പറയും. ODL is a system wherein teachers and learners need to necessarily be present either at the same place or same time and is flexible in regard to modalities and timing of teaching and learning, as also the admission criteria without compromising necessary quality consideration. ODL is easy and accessible to all. ODL is a learning distance that can open or available for anyone and is regardless of age, qualification or to the ethnic group as well. Open and distance learning is important. It allows the upgradation of skills, increased productivity and the development of new learning culture. ODL occupies a special place in Indian higher educational system because its major contribution in enhancing the gross enrollment ratio. ODL in India started around 1960. By 1980, there were 34 universities offering correspondence education through departments designed for the purpose. അടുത്ത കോൺസെപ്റ്റാണ് വിർച്വൽ ലേണിംഗ്. വിർച്വൽ ലേണിംഗ് refers to an environment where students study a digital-based curriculum taught by instructors that lecture online via video or audio. This instruction can take place either in a self-paced environment or in a real time. In current educational system, learning in classroom is never carried into the home. As a result, students spend their money on their tuition classes and other learning methods. This creates a confusion among the students. നമുക്കറിയാം, സ്കൂളിൽ നമ്മൾ പോയിരുന്ന് പഠിക്കുമ്പം ആ സ്റ്റഡീസ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ വീട്ടിൽ കുട്ടി വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും. പക്ഷേ ഒരു വിർച്വൽ ലേണിംഗ് യൂസ് ചെയ്ത് നമ്മൾ പഠിക്കുവാണെങ്കിൽ ഇൻ ദിസ് സിറ്റുവേഷൻ വിർച്വൽ ലേണിംഗ് എൻഹാൻസസ് ദ സ്റ്റുഡൻസ് ലേണിംഗ്. സ്റ്റുഡൻസിൻ്റെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യുവാണ് വിർച്വൽ ലേണിംഗ് വഴി സാധിക്കുന്നത്. ഇറ്റ് എൻഹാൻസസ് ദ ലേണിംഗ് ത്രൂ two-way interaction between the students and the teachers. Therefore, a continuous uninterrupted learning take place at school and home. വിർച്വൽ ലേണിംഗ് യൂസ് ചെയ്യുന്നത് വഴി ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു തടസ്സം നേരിടാത്ത ഒരു ലേണിംഗ് ആണ് വീട്ടിലും സ്കൂളിലും ഒക്കെ ആയിട്ട് സംഭവിക്കുന്നത്. അതാണ് വിർച്വൽ ലേണിംഗ്. വിർച്വൽ ലേണിംഗ് കൺസിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടാകാം, ഇൻട്രാക്റ്റീവ് ലേണിംഗ് മൊഡ്യൂൾസ് ഉണ്ട്, എഡ്യൂക്കേഷണൽ ഗെയിംസ് ഉണ്ട്, കൊളാബറേറ്റീവ് ലേണിംഗ് എല്ലാമാണ് ആ ഒരു വിർച്വൽ ലേണിങ്ങിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത്. വിർച്വൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് നൈദർ റീപ്ലേസസ് ദി ക്ലാസ് റൂം നോർ എക്സിസ്റ്റിംഗ് ദ എഡ്യൂക്കേഷണൽ പ്രാക്ടീസസ്. ഒരിക്കലും നമ്മുടെ ക്ലാസ് റൂമിനെ ഒന്ന് റീപ്ലേസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ദ എൻഹാൻസസ് ദം. They provide opportunity to stretch the imaginations of teacher and the students alike. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിർച്വൽ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നത്. The last concept is teleconferencing. Teleconferencing is an electronic medium which brings together more than two persons sitting at two different places, locations, to discuss a topic, matter or issue. Educational teleconferencing is an useful media specifically for distance education. ടെലികോൺഫറൻസിങ് മെയിനായിട്ടും 3 ടൈപ്പ് ഉണ്ട്. അതാണ് ഓഡിയോ കോൺഫറൻസിങ്, വീഡിയോ കോൺഫറൻസിങ്, Next, the types of teleconferencing. There are two main
three main types of teleconferencing: audio conferencing, video conferencing, and web conferencing. Audio conferencing is the conduct of an audio teleconference between two or more people in different locations using devices that allow the sound to be sent and received for communication simultaneously. In audio conferencing, the students can hear the teacher and ask questions through the same by using audio. Video conferencing. Video conferencing is a facility provided by the internet where a group of people placed anywhere over the globe can have online conversations by audio and video simultaneously. In video conferencing, students can see their teachers, or both the teacher and the students can see each other. Next, the web conferencing. Web conferencing is the ability to hold a conference where the participants can listen by phone and see visually through their web browser simultaneously. As one organizer can control what the participants see, keeping everyone on the same page, and can use drawing tools to emphasize points. And it is mainly used for online seminars and conferences. ഇപ്പോൾ നമ്മൾ കണ്ടത് ഓൺലൈൻ ലേണിംഗ്, ഇ ലേണിംഗ്, എം ലേണിംഗ്, വിർച്വൽ ലേണിംഗ്, ODL, ലാസ്റ്റ് ടെലി കോൺഫറൻസിംഗ് ഒക്കെ കണ്ടു. അപ്പം ആസ് എ കൺക്ലൂഷൻ വി ക്യാൻ സെഡ് ദാറ്റ് education system are adopting new technologies to integrate ICT in teaching learning process to prepare the students knowledge and skills they need in their subject matter. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ICTയുടെ മെയിൻ റോള് എന്താണെന്നാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. Nowadays, ICT facilitate not only the delivery of lessons but also the learning process itself. ഒരു എൻ്റയർ ലേണിംഗ് പ്രോസസ്സിൽ ICTക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ICTയുടെ റോള് വളരെ വലുതാണ്. ഓക്കെ, താങ്ക് യു.